ഈ കുട്ടിയുടെ നമുക്ക് എന്തായാലും നമുക്ക് അദ്ദേഹം അവിടെ കിടന്ന് ബഹളം വെക്കട്ടെ. നമുക്ക് ഈ കുട്ടിയുടെ അമ്മാവൻ ചേരുന്നുണ്ട്. വിഷ്ണു എന്താണ് നമുക്ക് കണ്ടില്ല, ഇപ്പൊ കൊണ്ട് ഇറങ്ങിയതാണ്. അല്ല ഞാൻ ചോദിക്കുന്നത് വിഷ്ണുവിന് ഞങ്ങളെ പറ്റി അറിയാം. ഞങ്ങൾ എങ്ങനെയാണ് എല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് അങ്ങനെ ഇവിടെ അങ്ങനത്തെ രാഷ്ട്രീയം ഒന്നുമില്ല ഈ നാട്ടിൽ. ഈ നാട്ടിൽ അങ്ങനത്തെ രാഷ്ട്രീയം ഇല്ല. അങ്ങനത്തെ രാഷ്ട്രീയം ഈ നാട്ടിലില്ല. ഞങ്ങൾക്ക് അങ്ങനത്തെ അന്ധമായ രാഷ്ട്രീയം ഇവിടെ ഇല്ല. നിങ്ങൾക്ക് തെറ്റുപറ്റി. ഞങ്ങളെ ഒരു കുട്ടിയാണ് നഷ്ടപ്പെട്ടത്. കുട്ടിയുടെ കാര്യങ്ങൾ കുട്ടിയുണ്ട്. കുട്ടിയുടെ കാര്യങ്ങളിലേക്ക് വരാം. എനിക്കും 12 വയസ്സായ കുട്ടിയുണ്ട്. കുട്ടിയുടെ കാര്യങ്ങളിലേക്ക് വരാം. എന്തായിരുന്നു പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ചത്? നിരുത്തരപരമായ സ്റ്റേഷനിൽ ഞാൻ ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ സ്റ്റേഷനിലോട്ട് പോയത്. അപ്പോൾ നാളെ രാവിലെ അവൻ ഉച്ചയപ്പോൾ വിളിച്ച് പറഞ്ഞു സ്റ്റേഷനിലാണ്, ഒന്ന് വരണമെന്ന് പറഞ്ഞു. വരുന്ന വഴിക്ക് ഞാൻ അവിടെ കയറിയായിരുന്നു. അപ്പോഴത്തേക്കിന് എന്ത് കാര്യവും എന്നോട് പറഞ്ഞില്ല. അപ്പോൾ തന്നെ ജീപ്പിൽ കയറ്റി എന്നെ പേട്ടയിൽ കൊണ്ടുപോകായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കാണ് ഫോട്ടോ കാണിച്ചു തന്നത്. ഫോട്ടോ കണ്ടപ്പോൾ പയ്യനെ ഞാൻ തിരിച്ചറിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പേട്ട സിയോട് നമ്മൾ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞായിരുന്നു. അപ്പോൾ എന്തോ ന്യൂസിലോ പത്രത്തിലോ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലയെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ അതിന് മറുപടി തന്നില്ല. നമ്മൾ ഷൗട്ട് ചെയ്ത് പുറത്തിറക്കിയായിരുന്നു. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടുന്ന് കൊണ്ടുപോകുന്ന പയ്യൻ 29-ാം തീയതി ആണ് എനിക്ക് ഇവിടുന്ന് കൊണ്ടുവന്ന പയ്യൻ നമ്പർ കിട്ടിയായിരുന്നു. അപ്പോൾ ഞാനൊന്ന് വട്ടപ്പാറ സെഷനിൽ കൊടുത്തു. അതായത് മാർച്ച് 29-ന്. പയ്യൻ മിസ്സാവുന്ന മാർച്ച് 3-ആണ്. 29 നമ്പർ കൊടുത്തു. ഇന്ന് ജൂൺ 9. ഇന്നാണ് ആ പയ്യനെ സ്റ്റേഷനിൽ കൊണ്ടുവരുന്നത്. ഇതാണ് വട്ടപ്പാറ എന്നുള്ള പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള സംഭവം. ഇപ്പോൾ ഇവിടെ സംഘർഷങ്ങൾ എനിക്കൊന്നും അറിയില്ല. ഞാനിപ്പോൾ ഈ ബഹളം കേട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. നിലവിൽ ഇനി പരാതി ദുരൂഹത മാറണ്ടേ? ദുരൂഹത മാറണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ നാട്ടുകാരെല്ലാം എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. ഒരാളെ മാത്രമല്ല, എല്ലാവരും ഉണ്ട്. ഇതിപ്പോൾ 24-നെ കൊണ്ടുവന്ന തന്നെ ഇവിടുത്തെ BJP-കാരാണ്, ബാക്കി പാർട്ടിക്കാരൊന്നും അല്ല. പക്ഷേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഇതെന്താണ് ദുരൂഹത എന്നുള്ളത് കണ്ടെത്തണം. ഇനി ഇങ്ങനെ ഒരു സംഭവം ഈ നാട്ടിലോ അല്ലെങ്കിൽ നമ്മളെ ഈ കേരളത്തിൽ നമുക്കിപ്പോൾ വേണ്ടത് അതിനേക്കാൾ അവർക്ക് വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നതാണ്. നമുക്ക് വേണ്ടത് 16 വയസ്സായ ചെറുപ്പക്കാരുണ്ട്. 16 വയസ്സായ ചെറുപ്പക്കാരുണ്ട്. 16 വയസ്സായ ചെറുപ്പക്കാരുണ്ട്. 16 വയസ്സായ കുട്ടിയുടെ അമ്മാവന്റെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരല്ല കൊന്നത്. ഞാൻ പറഞ്ഞത് പലർക്കും ഈ ബഹളം വെക്കുന്നവർക്ക് ഈ നമുക്ക് വേണ്ടത് ദുരൂഹത മാറുക. ഉപേക്ഷ ആ കുട്ടിയുടെ അമ്മാവനുമായി സംസാരിക്കുക. അതിനിടയിൽ വരുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ മധ്യസ്ഥത നമുക്ക് എന്തിനാണ്? ആ അമ്മാവൻ കാര്യങ്ങൾ പറയട്ടെ. അത് തടസ്സപ്പെടുത്തുകയാണോ കോൺഗ്രസ് പ്രവർത്തകർ? അവൻ ആ ഷോക്കിൽ നിൽക്കുക. അത് അവന്റെ ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അതാ പറഞ്ഞത്. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ, ഈ നമ്മൾ ഈ തത്സമയം ആ റിപ്പോർട്ട് നൽകുമ്പോൾ പോലും അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഏകപക്ഷീയമായാണ് റിപ്പോർട്ട് ചെയ്ത് നടക്കുകയാണ്. ഈ വിഷയത്തിൽ മരിച്ച കുട്ടിയുടെ പിതാവ്, അമ്മാവനടക്കമുള്ള ബന്ധുക്കളുടെ പ്രതികരണമാണ് നൽകുന്നത്. ഇപ്പോൾ തത്സമയവും അമ്മാവനാണ് സംസാരിക്കുന്നത്. അതിനിടയിലും കയറി കോൺഗ്രസിന്റെ നേതാക്കൾ തടസ്സപ്പെടുത്തുകയാണ്. SP-ക്ക് പരാതി കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ കുറച്ച് നാൾക്ക് മുന്നേ, ഒരാഴ്ചയ്ക്ക് മുന്നേ നമ്മൾ അവിടുത്തെ മിനിസ്റ്ററിന് പരാതി കൊടുത്തു GRN-ൽ. അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നു പോലീസ് കുറച്ചുകൂടെ ഫോളോ അപ്പ് ചെയ്തെന്ന് തോന്നുന്നു. 29 നമ്പർ കൊടുത്തിട്ടും ഒരു പയ്യന്റെ നമ്പർ പിന്നെ പുള്ളി ഇവിടെ കൊണ്ടുവരാനോ അങ്ങനെ കണ്ടെത്താനോ ശ്രമിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. 10 ദിവസമായില്ലേ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ മോശം അനുഭവം ഉണ്ടായി. പക്ഷേ എല്ലാവരും അല്ല, CI വളരെ മോശമായിട്ടാണ് പെരുമാറി ഇറക്കി വിട്ടത്. അതുള്ളതാണ്. വേറെ എല്ലാവരും വളരെ മാന്യമായിട്ടാണ് നമ്മൾ ഇടപെട്ടത്. പുള്ളി പറഞ്ഞു ബംഗാളി ആയതുകൊണ്ടാണ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ബംഗാളി എന്നാണ് പറഞ്ഞത്. ബംഗാളി ആയതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തതെന്ന് പറഞ്ഞത്. ബംഗാളി മനുഷ്യനല്ല, ഇന്ത്യക്കാരനാണ്. നമ്മളെ ഈ നാട്ടില് ഇവിടെ ഒരു പട്ടി എത്താൻ പോലും ന്യൂസ് വരുന്നുണ്ട് എല്ലായിടത്തും. അപ്പൊ നിങ്ങളൊരു ന്യൂസിലും പോലും ഇങ്ങനെ സംഭവം വന്നിട്ടില്ല. അത് പേട്ടയിൽ നടന്നിട്ട്. അപ്പൊ അത് വളരെ സാധാരണക്കാരൻ അങ്ങനെ വരുമ്പോൾ വളരെ പൈശാചികമായിട്ടാണ് തോന്നുന്നത്. അത് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. കാരണം എന്ത് വന്നാലും ഒരു ബൈക്ക് ആക്സിഡന്റ് ആയാൽ പോലും ന്യൂസിലൊക്കെ വരുന്നതിന്. അപ്പം ഒരു ന്യൂസിൽ നിങ്ങൾ പോലും അറിഞ്ഞുണ്ടാവില്ല ഇങ്ങനെ സംഭവം നടന്നിട്ട്. ഓൺ എയർ പോവാണ് ചേട്ടാ. നിലവിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടവും മുന്നോട്ട് ഉണ്ട്. ഉറപ്പായിട്ടും ഉണ്ട്. നമ്മളെ ഇവിടുത്തെ എല്ലാവരും ഉണ്ട്. എന്തായാലും അയക്കുന്ന എല്ലാവരും നാളെ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. നിലവിൽ എന്തോന്ന് വെച്ചാൽ നാളെ തന്നെ നോക്കി ചെയ്യും. നാളെ ഞാൻ ഈ ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നാളെ ഞാൻ പോകുന്നുണ്ട്.
അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവിടെ നോക്കും. പേട്ടയിൽ പോകുന്നുണ്ട്. പേട്ടയിൽ പോകുന്നുണ്ട്. പേട്ട എവിടെയെന്നാ പറഞ്ഞത് കറക്റ്റ് സമയം? പേട്ട ഓൾ സയൻസ് കോളേജിൻ്റെ അവിടെ നിന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നാളെ തന്നെ ഞാൻ രാവിലെ പോകും. പോയിട്ട് എന്താണെന്നുള്ളത് ഞാനിവിടെ ഒന്ന് അന്വേഷിക്കും. നഷ്ടം നമുക്കാണല്ലോ, നമുക്ക് അന്വേഷിക്കണമല്ലോ.